എടാ മോനെ, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റീൽസിൻ്റെ റിയാക്ഷനാണ്. മലയാളം കുറച്ച് റീൽസ് നമുക്കൊന്ന് റിയാക്ട് ചെയ്ത് നോക്കാം. എന്താണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നടക്കുന്നതെന്ന് നോക്കാം. കുറേ നാളായി കയറിയിട്ട് ഇവരുടെ പരിപാടി എങ്ങനെ എന്താണെന്ന് നോക്കാം. നമുക്ക് നേരെ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ടിലേക്ക് പോകാം ബോയ്സ്. ആദ്യമേ തന്നെ ഒരു നൈസ് പരിപാടിയാണല്ലോ, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതെ അതെ അതെ, ഇപ്പോൾ വീണേനെ നേരത്തെ മൂക്കും തല്ലി. ട്രെയിനിൽ കാണിക്കാൻ പറ്റിയ പരിപാടി. എടാ വല്ല പോസ്റ്റോ തേങ്ങയോ വല്ലതും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോണകത്തിനകത്ത് ഇരിക്കും. സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഇതുമാതിരിയുള്ള വെടത്തരങ്ങളൊന്നും പോയി കാണിക്കരുത്. പിന്നെ ആരുടെ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ ബാൻ ചെയ്യണം. ഇതുപോലെ കോമാളിത്തരം കോപ്പറേറ്ററൊക്കെ പിടിച്ച് കാണിക്കുന്നതൊക്കെ പിടിച്ചാണ് ഇവന്മാർ അങ്ങ് കയറ്റി വിടുന്നത്. ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യില്ലേ ഇമാതിരി തോന്നിവാസമൊക്കെ കാണിക്കും. അതൊരു ട്രെയിനിൻ്റെ അറ്റത്ത് നിന്നിട്ട് ഉമ്മ കൊടുത്തിട്ട് അത് വേറെ എവിടെയും കണ്ടില്ല. പുറത്തോട്ട് തെള്ളി നിന്നിട്ട് വേണം. ആ ഡോറൊന്ന് അടച്ചായിരുന്നെങ്കിൽ മനസ്സിൽ ഞാൻ വീണിട്ട് ബാക്കി പൊടി എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാം. എന്തായാലും ഇതിൻ്റെ കുറേ ലൈക്സൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാണാവോ എന്ന് മനസ്സിലാകുന്നില്ല. കുറേ കമൻറ്റും വന്നിട്ടുണ്ട്. എന്തിന്? നെറ്റ് ജി ചതിച്ചു ജി, അംബാനി ജി ഊമിച്ചു ഗൈസ്. ഇത് തേങ്ങയും വരുന്നില്ല. എടേ എന്തെങ്കിലും ഒരു കമൻറ്റെങ്കിലും കാണാൻ പറ്റൂ. ചൊറിഞ്ഞ പരിപാടിയായിപ്പോയി. എന്തായാലും കൊള്ളാം, ഉജ്ജ്വലമായ പരിപാടി. ആ തോട്ടി കിടക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിക്കോട്ടെ. ഇതെന്തോടെ റൈഡർ കണ്ണാപ്പിയാ? ലാസ്റ്റാ, എൻ്റെ അവസാനത്തെ വീഡിയോ ആണത്. 1 മില്യൺ ലൈക്ക്. എടാ ഇത്രയൊക്കെ ഉള്ളത്? ഇത്ര സിമ്പിളാണ്. പിന്നെ എന്താ ഈ 1 മില്യൺ ലൈക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചെന്ന് നോക്കട്ടെ. ഇവിടെ ഈ പാൽക്കുപ്പികൾക്കൊക്കെ തന്നയും തള്ളമാരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വെടല പാൽക്കുപ്പികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ബൈക്കൊന്നും വാങ്ങിച്ചു കൊടുക്കില്ല. അവന്മാരൊക്കെ തവിക്കണേ പോയാൽ മതി. ഇതുപോലുള്ള സാധനം മൂട്ടി തിരികെ കയറ്റിയിട്ട് റോഡിൽ ഇറങ്ങിയിട്ട് എടാ നീയോ ചാവാൻ പോവാണ്, ബാക്കിയുള്ളവന്മാരൊക്കെ എന്തിനാണ് കൊല്ലുന്നത്? അവർ മനസ്സമാധാനമായിട്ട് റോഡിൽ പോയിട്ട്. സ്റ്റാൻഡ് വന്നിരിക്കുന്നത് ബൈക്ക് വെക്കാനാണ്, അല്ലാതെ നിനക്ക് തീപ്പൊരി പറത്തി കളിക്കാനല്ല. എടാ പൊട്ടാസും തീപ്പൊരിയൊക്കെ കേട്ട് കളിക്കാൻ നിന്റെ പ്രായം എന്തുടാ? ഇവിടെ 10-21 വയസ്സായി കാണുമല്ലോ ഇവനൊക്കെ. എന്നിട്ട് ഇപ്പോഴും തീപ്പൊരിയും പൊട്ടാസും കാണിച്ചോണ്ടിരിക്കുക. അത് നല്ലൊരു റോഡ്. നമ്മുടെ നാട്ടിലൊന്നും MVD ഒന്നും ഇല്ലേ? MVD ഉണ്ടാക്കി പൊക്കണ്ടതാണല്ലോ. ഇനി ഓർത്തിട്ടൊന്നും MVD ഒന്നും ഇല്ലേ? നമുക്ക് ഷെയർ ആക്കി വല്ലതും കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും പരിപാടിയൊക്കെ എന്തുണ്ടോ? ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഇവന്മാർ ഇതുപോലെ വെടലന്മാരൊക്കെ ബൈക്കും എടുത്തോണ്ട് ഇറങ്ങും. മനുഷ്യന് നല്ല വണ്ടി മേടിക്കാൻ പറ്റത്തില്ല. ഉടനെ അങ്ങ് തോന്നാൻ കൊണ്ടല്ല ഇവൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞിട്ട്. അത് ഏറ്റവും വലിയ ഐറണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്യൺ ലൈക്ക് ഇതിന്. അപ്പം ഇതുപോലെ പൊട്ടത്തരം കാണിക്കുന്നതാണ് ഇതുപോലെ ലൈക്ക് കൊടുക്കുന്നത്. അവൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവൻ ഇട്ടിരിക്കുന്നത്. ഇനി ഈ തള്ളമാർ ഈ ബൈക്ക് എടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ഫോൺ മേടിച്ചിട്ട് വല്ലപ്പോഴും മോൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഒന്ന് എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അവൻ്റെ കുറേ വെടത്തരങ്ങൾ കാണാൻ പറ്റും. ഇതുപോലുള്ള വെടകളെ ബാൻ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഒരു ബൈക്കിങ് ആ സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞ് എന്ത് തോന്നിയാസൊക്കെയാണ് അവർ കാണിക്കുന്നതെന്നോ എന്തോ. ഇതിൻ്റെ കമൻറ്റ് ബോക്സും എന്തോന്നൊരു ഇടേ ആയാലും അറിയാവുന്നവരുണ്ടോ എന്താണ്? ഐ പ്രേ ഫോർ ദോസ് ഹു ലൈക്ക് മൈ 100 കമൻറ്റ്സ് their parents age will be 100. ഇതാര്? ദിവാങ്കി 410. കൊള്ളാം. നിന്റെ ക്യാമറയ്ക്ക് ദിവാങ്കിയെ പറഞ്ഞെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പോട്ടെ, നിന്റെ എന്തോ ആണെന്ന് തോന്നുന്നു. കൊള്ളാം, അവൻ്റെ ക്രഷാന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ല. ദിവാങ്കി കൊള്ളാം. ഞാൻ ലൈക്ക് ചെയ്യണോ? ലൈക്ക് ചെയ്യട്ടെ. ഇപ്പം 100 ആയല്ലോ. 100 വർഷത്തേക്ക് ജീവിക്കും. ഒരു ലൈക്ക് കൂടെ വേണമായിരിക്കും. എന്നാൽ ഒരു ലൈക്ക് കൂടെ ആയിട്ടുണ്ട്. ഇപ്പോൾ എത്രയായി? 200 ആയില്ലേ? പോരാ, എനിക്ക് ഒരു ഒന്നുകൂടെ വേണം. 300 വർഷം. അത്രയും മതി എൻ്റെ അച്ഛനും മുന്നേ. അത്രയൊക്കെ ജീവിച്ചാൽ പോരെ? നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ദിവസമാണോ അതോ ആഴ്ചക്കണക്കിനാണോ? അറിഞ്ഞാൽ കൊള്ളായിരുന്നു. നല്ല പ്രാർത്ഥനയാണെങ്കിലേ നമുക്ക് കൂട്ടമായിട്ട് ഒരു ഹല്ലേലൂയ പ്രാർത്ഥന അങ്ങ് നടത്താം. എന്നിട്ട് പൊളിക്കാം. കൊള്ളാം, നല്ല പരിപാടി. ഇതൊന്നും റിപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി ഒന്നുമില്ല. വേണ്ട അടുത്തത്. ഇതെന്താണാവോ പറഞ്ഞിരിക്കുന്നത്? പക്ഷേ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ലൈവിന്? ലീവ് ഓൾ ദിസ് ആൻഡ് ജയ് ശ്രീറാം.
ആവ് ഉജ്ജ്വലം. ജയ് ശ്രീറാം. സച്ചി मोहब्बत करने वाली लाइक മാരെ. അതിന് ഇവിടെ എന്ത് പ്രസക്തി? മുജെ ചായേ, എന്ത് ചായേ? നിനക്ക് എന്താണ് ചായേ? ഇതുപോലെ വണ്ടി റോഡിലടിക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയോ? എടാ പൊട്ട, അവനോ ഇരിക്കുക, നിനക്കും വേണം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പീഡ് ബ്രേക്കർ വരണമായിരുന്നു. സ്പീഡ് ബ്രേക്കർ വരണമായിരുന്നു. അവൻ്റെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. മോനെ കൊള്ളാം. പിന്നെന്താണ് അത് എന്നടക്കെയോ വരുന്നുണ്ട്. ആ കൊച്ചിനങ്ങ് കരച്ചിലുമായി കൈകൊട്ടുന്നു. എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. ഇതാരുടെ? ഇവനേത്? ഇവൻ്റെ പേരെന്ത്? കുറേ എണ്ണം ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഓണത്തിൻ്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം നടത്തുകയാണ്. ഒരുത്തനാണെങ്കിൽ ബൈക്ക് എടുത്തുകൊണ്ട് റോഡിൽ കൊണ്ടുവന്നിട്ട് ഉരച്ച് തീപ്പൊരി പറിക്കുമ്പോൾ അവന് പറയുക കൊളാബ് കറവോ, കറം ഇപ്പം തരാം കേട്ടോ, നോക്കിയിരുന്നു. ഹായ്, കുറേ ഹൃദയമുണ്ട്. ആർക്കാണ്? ഇവനാണോ? മോളൂസിന് ഇഷ്ടമായെന്ന് തോന്നുന്നു. അബ്ദുൽ കമീർ. തീപ്പൊരിയും ഹൃദയവും തീപ്പൊരിയും, ഇതിൻ്റെ അർത്ഥം എന്തോന്നടേ? എൻ്റെ മോനെ റഷീദൊക്കെയാണോ നിങ്ങൾ? കുറേ എണ്ണം ഉണ്ടല്ലോ ഇത്. ഗുഡ് ചെയ്യുന്നു. ഗുഡാണ്. സ്വന്തം മക്കളത് ചെയ്യുമ്പോൾ ഗുഡെന്ന് തന്നെ പറയണം കേട്ടാ. ഇത് എല്ലാം പൊട്ടന്മാരാണല്ലോ ഇതിനകത്ത് കയറി കമൻറ്റ് ചെയ്തിരിക്കുന്നത്. കുറേ ലൈക്കും തീയും ഇതൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നത്. കൊള്ളാം. വേറെ എന്നറിയാം, അത് ലവ് ബൈക്ക് സ്റ്റണ്ടോ ഏതാണ്ട് പീക്കിരി ചെറുക്കനാണ് ഇട്ടിരിക്കുന്നത്. ലവ് ബൈക്ക് സ്റ്റണ്ട്. ഇത് ബൈക്ക് സ്റ്റണ്ട് അല്ലടാ, തോന്നിവാസമാണ്. ബൈക്ക് സ്റ്റണ്ട് എന്ന് പറയുന്നത് ഇതല്ല, നട്ടറോട്ടിൽ കിടന്ന് കാണിക്കുന്നതല്ല ബൈക്ക് സ്റ്റണ്ട്. മോനെ വേണ്ട, അവനെ ട്രോളരുത്. 1 മില്യൺ ലൈക്ക്. സ്റ്റണ്ടറാണ്, വെറും കണ്ണാപ്പിയല്ല, കക്കണ്ണാപ്പിയാണ്. അതിനൊക്കെ പറഞ്ഞ ഫാൻസ് വന്നതിൻ്റെ പേരിട്ട് പോകും കിടന്നു. സൂക്ഷിച്ച. അമേസിങ്ങോ? എന്തി തീപ്പൊരി പറിച്ചത്? രക്ഷപ്പെട്ടതിനാ എനിക്ക് അമേസിങ്. കൊള്ളാം. എന്തായാലും അയിനിയുടെ ബോയ് ഫ്രണ്ടോ? 4 ലൈക്സും ഉണ്ട്. കൊള്ളാം. ഇവനെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്. നീ രക്ഷപ്പെട്ടടി പോണേ. ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ നിനക്ക് വേറൊരു ബോയ് ഫ്രണ്ടാവും. നീ പേടിക്കണ്ട. ഇതെന്താണ് സാധനം? അണ്ണനായാലും എന്തെങ്കിലും കുറേ ബ്രേക്കപ്പായി സെൻഡ് അടിച്ചിരിക്കുകയാന്ന് തോന്നുന്നു. വാട്ട് ഇസ് ഇൻ ദിസ് കമൻറ്റ് ബോക്സ്? നെക്സ്റ്റ്. ഇതെന്താ വല്ല ഡാം പൊട്ടിയോ? ഇതെന്ത് സാധനം? ദുബായിലെ വെള്ളപ്പൊക്കാണ്. ഈ ദുബായിൽ വെള്ളം കയറിയ സമയത്തുള്ള സാധനമാണ് ഇത്. ഇതിപ്പം ഭയങ്കര കഷ്ടമാണല്ലോ. ഈ ദുബായിലെ കാര്യം പറയുമ്പോഴാണ് എടാ, ഇപ്പോൾ കാലാവസ്ഥ ഒക്കെ ഭയങ്കര വ്യതിയാനാണ്. ആ സമയത്ത് എല്ലായിടത്തും ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇത് വലിയ ഗവൺമെൻറ് തലത്തിലൊക്കെ എൻ്റെ വീഡിയോ ആയിട്ടും കാണുന്നുണ്ടെങ്കിൽ അവർക്കൊരു അഡ്വൈസ് ആയിട്ടിരിക്കട്ടെ. ഡ്രെയിനേജ് സിസ്റ്റം വേണം എല്ലായിടത്തും. കാരണം മരുഭൂമിയിലും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കി വെച്ചു. മഴ എവിടെയൊക്കെ പെയ്യുമെന്ന് അറിയത്തില്ല. വെള്ളം പോകണ്ടേ, വെള്ളം ഒഴുകി പോകണം. ഡ്രെയിനേജ് സിസ്റ്റം മസ്റ്റാണ്. ബ്യൂട്ടീഷ്യൻ എന്ന് ജോലി പോവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ജോബ് എന്താണ് ഞാൻ കണ്ടില്ല കേട്ടോ. നോട്ട് ഇൻട്രസ്റ്റഡ്. എവറിത്തിങ് കംസ് ടു യു അറ്റ് ദ റൈറ്റ് ടൈം. സമയം എന്തിടെ? എനിക്കിതുവരെ വന്നിട്ടില്ലല്ലോ സാധനം. ഇനി ഞാൻ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണോ?
ബ്രോ വിത്തൗട്ട് വർക്ക് എന്താണ് അവൻ പറഞ്ഞത്? ബ്രോ വിത്തൗട്ട് വർക്ക് നത്തിങ് ഇസ് ഫിൽ. ഓ നൈസ് നൈസ്. ഓക്കെ നെക്സ്റ്റ്. ഇതെന്ത് വെപ്പൻ? എന്താണ് കവി ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. അങ്ങനെ മുടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇസ് ദിസ് ഗൈസ്? എന്താണ് ഉദ്ദേശിക്കുന്നത്? ബംഗാളി ഗേൾസ് ഇൻ സാരി ഈസ് ഡിഫറെൻറ്റ് തിങ്. അല്ല, ഏത് ഗേൾസും ഇൻ സാരി എന്ന് പറയുന്നത് രസമുള്ള കാര്യമാണ്. അത് ബംഗാളി ഗേൾസ് തന്നെ വേണമെന്നില്ല. പിന്നെ തനിമയാർന്ന ഒരു സാധനമല്ലേ ഇത്? അതിനെന്താണ് കുഴപ്പം? ബംഗാളി ഗേൾസ് മാത്രം വന്നാലേ നിനക്ക് ഇഷ്ടപ്പെടുന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ബംഗാളിലുള്ള ആളായിരിക്കും, ബംഗാളി ആയിരിക്കും. അതിൽ അവൻ്റെ ഐഡിയിൽ ഫോട്ടോ ഒന്നുമില്ല, അപ്പോൾ അവൻ അറിഞ്ഞുകൂടെ എവിടെ. ദിസ് ഈസ് സോ ആക്യുറേറ്റ്. ഐ ഡോണ്ട് നോ വാട്ട് ഇസ് ദിസ്. മനസ്സിലാവുന്നില്ലല്ലോടെ എന്ത് സാധനം? എനിവൺ നോട്ടീസ്ഡ് ഹർ മൗത്ത്? ഐ ഡിഡ്ന്റ് നോട്ടീസ് എനിത്തിങ്. വാട്ട് ഇസ് ദിസ്? എന്ത് തേങ്ങയാണത്? എന്താണത് ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവില്ല. വാട്ട് ഇസ് ഇൻ ഹർ മൗത്ത്? വെപ്പന. ഡബിൾ ടാപ്പ് ടു ഓപ്പൺ ദ സൗണ്ട്. ഇല്ലാടി തന്നെ അതിൻ്റെ ഇടയ്ക്ക് വന്ന് ഉണ്ടാക്കുന്നു. കുറേ കഷ്ടപ്പെട്ട് കാണുമല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇത്രയൊക്കെ ഉള്ളോടെ കുറേ കമൻറ്റും ഉണ്ട്, ലൈക്കും ഉണ്ട്. എന്തിനെന്ന് അറിഞ്ഞൂടെ ആ കൊച്ചി മുടി എടുത്തിടുന്നു. നമുക്കും ഉണ്ട് കുറച്ച് സെറ്റപ്പാന്നേ ഉള്ളൂ. ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ഐ അൺലീഷ് മൈ വെപ്പൻ. വേറൊരു വെപ്പൻ കൂടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കാണുന്നില്ല. നാളെ ഒപ്പിക്കാം നമുക്ക് വേറെ വെറൈറ്റി ഒരു വെപ്പൻ. അതിൽ പൊളിക്കാം. നെക്സ്റ്റ്. കൊള്ളാം കേട്ടാ. ഐ ലൈക്ക് ഇറ്റ്. ഇരിക്കട്ടെ. മായാവിവക ഒരു ലൈക്ക്. പെരുമർ മുഖം മൂടി ഒരു ലൈക്ക്. ടൈമിങ് കൊള്ളായിരുന്നു. നെക്സ്റ്റ്. കളവനെ നൈസ് പരിപാടി. എടാ നെറ്റ് ചതിച്ചോ? അമ്പാനിയെണ്ണം വലിപ്പിച്ച്. പിന്നെ നെക്സ്റ്റ്. വിശന്നിട്ട് വയ്യ ഇപ്പോഴാണ്. കൊള്ളാം. പിന്നെ ഇത് തരാം, നയിച്ചു തരുമോ ഈ സാധനം കണ്ടിട്ട്? കൊള്ളാം. നെക്സ്റ്റ്. ശിപുദിനം ഇൻകമിങ് കോൾ. എനിക്ക് വരുന്ന കോളാണ് ഇത്. ശിപുദിനം മനസ്സിലായില്ല. നെക്സ്റ്റ്. എന്തൊന്ന് തേപ്പട ഇത്? കൊള്ളാം. നെക്സ്റ്റ്. ഓ ആയിക്കോട്ടെ. എന്തടി നശ? നശ വളി? യു മീൻ വളി?
എടാ അതിന് ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചാൽ മതി, ഇത്രയൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഈ നശ എന്ന് പറഞ്ഞിട്ട് നശ എന്താണ് ഈ നശ? എടാ എന്തേലും ഒന്ന് വാ. നശ എന്താണ്? ഹണി നോട്ട് ടേക്കൺ ബൈ ഓട്ടോ ആണോ? ഇവിടെ ഇമാതിരി സാധനം എന്തോന്നല്ല ചിരിക്കാൻ കിടക്കുന്നു ഇത്ര. ഒരാൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോൾ കിടന്ന് കാണാതെ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെന്തോന്നും കുറച്ച് പേര് മറിഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ട് പുറകിൽ ചിരിക്കുന്ന കോപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം കാണാൻ ചിരിക്കുന്നതാണ് വിചാരം. ഈ ഇരിക്കാനുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതുമാതിരി കോപ്പിലെ വീഡിയോ ഒക്കെയാണ് എല്ലാം കയറി. ഇത് എന്താണ് ഫീലിംഗ് ബാഡ് ഫോർ ദ കിഡ് കപ്പിൾ ഗേൾസാണ്. അതെന്താണ്? അതെ ഫീലിംഗ് ബാഡ് ഫോർ ദ കിഡ്. മറിഞ്ഞടിച്ച് വീണ് അത് കണ്ടിട്ട് ചിരിക്കാൻ കുറയണം. എടാ ഞാനും ഉണ്ടാ നിൻ്റെ കൂടെ. നോ ഐഡൻറ്റിറ്റി. എനിക്ക് കണ്ടിട്ട് ചിരിയൊന്നും വന്നില്ല. കുറച്ച് പേർക്ക് ഇങ്ങനെ അപകടം പറ്റുന്ന കണ്ടിട്ട് എത്ര പോണ ഇരിക്കുന്നത്. എന്തോ നെക്സ്റ്റ് കൊച്ചു. ആ കൊച്ചിന് സ്കൂളിൽ കൂട്ടായിരിക്കടേ. കൊച്ചു പിള്ളേരുടെ സ്കൂളിൽ നിന്നും പൂട്ടാടേ. ഓ കേരള ഭാഗ്യക്കുരുടെ ലോട്ടറി ബോണ്ട് എടുക്കുന്നത് നല്ലതായിരിക്കും. നിനക്ക് കൊടുക്കത്തെ ഭാഗ്യമുണ്ട്. ഓക്കെ നൈസ്. നൈസെല്ലാം തൊടുപുഴയിലോട്ട് നോക്കുക. ഹിന്ദിയൊന്നും എനിക്ക് വായിക്കാൻ വയ്യ. കൊള്ളാം. നെക്സ്റ്റ് ക്യൂട്ട് ഗേൾ. ലോഡാവുന്നില്ലല്ലോ. ഓടിച്ചു പോയോ? വാ, എനിക്ക് ക്യൂട്ട് ഗേളിനെ കാണണം. നെക്സ്റ്റ് സെറ്റ് സാധനം. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സെറ്റ് സാധനം. കഴിഞ്ഞ ഇന്നുള്ളതല്ല. നൈസാണല്ലോ. എവിടെ ലൊക്കേഷൻ? എവിടെ? അത് നൈസായിട്ടുണ്ടായിരുന്നു മോനെ. നിന്നെ ചേർത്ത് അണ്ണൻ്റെ ഗ്രൂപ്പ്. നിന്റെ ചങ്ക് കല്ലല്ലടാ, വേറെന്തോ കൊണ്ട് ഉണ്ടാക്കിയതാ. ഡയമണ്ട് പൊട്ടത്തില്ല. കൊള്ളാം. ഡയമണ്ട് എണ്ണ അടിപൊളി. അടിച്ചു പോയോ?
ഇപ്പം ഈ സാധനം ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇത് കൊള്ളാം കേട്ടോ. ഇപ്പോഴും ഒരു RC എടുക്കാൻ പറ്റിയിട്ടില്ല. കമ്പ്യൂട്ടർ ബൈക്കിൽ നടക്കുന്ന ഞാൻ കൊള്ളാം. ഇപ്രായം ഇങ്ങനെ എടുത്താൽ മതിയായിരുന്നു. കണ്ടിരിക്കുക കൊള്ളാം.